നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ മൊഴി നൽകാൻ ഭയന്ന് ദൃക്സാക്ഷി. കൊലപാതകം നേരിട്ട് കണ്ടയാൾ സംഭവത്തിന് ശേഷം പ്രദേശം വിട്ടുപോയിരുന്നു. പിന്നീട് പോലീസ് ഇയാളെ നെല്ലിയാമ്പതിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഇയാളിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, ഈ ചെന്താമര ഭീതി അവിടെയെല്ലാം ഉണ്ട്. പ്രത്യേകിച്ചും ഈ ലക്ഷ്മിയെ കണ്ട ആളാണ്, അങ്ങനെ നേരിട്ട് കണ്ട ദൃക്സാക്ഷിയാണ് ഇപ്പോൾ ചെന്താമരയെ ഭയന്ന് നാട് തന്നെ വിട്ട് പോയിരിക്കുന്നത്. ഇയാളെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മൊഴിയെടുക്കുവാനുള്ള പോലീസിന്റെ ശ്രമം ഏത് തരത്തിൽ നടക്കുകയാണ്? ഇയാളെ എപ്പോഴാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ശാന്തകുമാർ? ഇന്നലെയാണ് ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഈ ദൃക്സാക്ഷി നേരിട്ട് ഹാജരാവുന്നത്. അദ്ദേഹത്തെ ദീർഘനാഥൻ പോലീസ് തിരയുക തന്നെയായിരുന്നു. പോലീസിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് ഇന്നലെ ഡിവൈഎസ്പി ഓഫീസിൽ എത്തുകയും ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹം ഇന്നലെയും മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് ചെന്താമര അപായപ്പെടുത്തുമെന്നുള്ള ഭീതി ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ ധരിക്കുന്നത്. കാരണം നേരത്തെ ചെന്താമരയുടെ രീതികളും ശൈലികളും എല്ലാം അതുപോലെ തന്നെയാണ്. ആ കാര്യത്തിൽ ഇപ്പോഴും നാട്ടുകാർ, പ്രദേശവാസികൾ ഏറെ ഭയത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏക ദൃക്സാക്ഷി എന്നുള്ള രീതിയിൽ ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവ് നൽകേണ്ട ആളെ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് ഏറെ ഭയം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പോലീസ് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് വിശദമായി സംസാരിക്കുകയും വിശദീകരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് അധികം വൈകാതെ അദ്ദേഹം മൊഴി നൽകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോലീസിനുമുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് പോലീസിന് ഏറെ വെല്ലുവിളി നിറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ അവയ്ക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് ആലത്തൂർ പോലീസും കരുതുന്നത്. ലക്ഷ്മി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ പാലക്കാട് നിന്ന്.